അച്ഛൻ ഈ തോക്കൊണ്ട് എത്ര പേരെ വെടിവെച്ച് കൊന്നിട്ടുണ്ട് അച്ഛ? ഒന്ന് പറഞ്ഞേ. ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട് നിന്റെ അച്ഛൻ. സ്കൂളിൽ ചെന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല അച്ഛ. പിന്നെ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. നീ ഈ തള്ളു കേട്ട് നിക്കാണ്ട് പോയി പാല് മേടിച്ചിട്ട് വന്നേ. എന്നാ വെള്ളം നനച്ചു കഴിഞ്ഞില്ലേടി? തീർന്നു. ഇവിടെ ഇരുന്ന് ഈ തോക്കും കൊണ്ട് കളിക്കുന്നതിലും ഭേദം അകത്ത് വന്ന് കുറച്ച് തേങ്ങ ചിരണ്ടി തന്നൂടെ മനുഷ്യ. ഇതിലും ഭേദം അതിർത്തി തന്നെ കിടക്കുന്ന. നീയൊന്നും പറയണ്ട, വിട്. വരുമോന്നാവോ? എന്താ ഇത് നോക്കിയേ? ഓടിക്കോടാ. എന്താ ക്ലാസ്സിൽ കയറാണ്ട് ഇവിടെ ഇരുന്ന് വീഡിയോ വലിക്കട നീ? ഇത് കഞ്ചാവാടാ. നീ കഞ്ചാവാണ് വലിക്കണല്ലേ? നടക്കടാ. എടാ ഞങ്ങളുടെ മക്കളും ഈ സ്കൂളിൽ തന്നെയാണ് പഠിക്കണ. നടക്കട നടക്കടാ. സാർമാരെ, ഇവൻ എന്തിനാ പിടിച്ചോണ്ട് വന്നേക്കുന്നേ? ഇവൻ എന്ത് തെറ്റാ ചെയ്തേ? നിങ്ങളൊന്ന് കാര്യം പറ. മാറി നിക്ക് പെണ്ണുമ്പിള്ളേ, നല്ല പണി ചെയ്തിരിക്കണേ. അയ്യോ മോനെ, സാർ എന്താ അവൻ ചെയ്തേ? നിങ്ങളാണ് അവന്റെ അമ്മ? അതെ. ഇവന്റെ അച്ഛൻ എവിടെ പോയി? അവന്റെ അച്ഛൻ പണിക്ക് പോയിരിക്കുക. നിങ്ങൾ മകനെ ശ്രദ്ധിക്കാറില്ല അല്ലേ? സാറേ, സ്കൂളിൽ കഞ്ചാവ് വിൽപ്പനയും വലിയാണ് അവന്റെ പണി. അയ്യോ സാർമാരെ, എന്റെ മോൻ അങ്ങനെ ചെയ്യില്ല. അവനെ കൊണ്ട് ആരെങ്കിലും ഇത് ചെയ്യിപ്പിച്ചതായിരിക്കും. ഇത് എവിടെന്നാ കിട്ടിയത്? ആരാ ചെയ്യിപ്പിച്ചെന്ന് ഞാൻ നോക്കാം. എന്റെ കുഞ്ഞങ്ങനെ ചെയ്യില്ല സാറേ. അയ്യോ സാർമാരെ, അവനെ കൊണ്ടുപോകല്ലേ. സാർമാരെ, അവനെ കൊണ്ടുപോകല്ലേ. സാറേ, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. ആരോ അവനെ ചതിച്ചതാ. എന്റെ കുഞ്ഞങ്ങനെ ചെയ്യില്ല. സാറേ, അവനെ കൊണ്ടുപോകല്ലേ സാറേ. നല്ലൊരു ചെക്കനായിരുന്നു. അവൻ എങ്ങനെ ഇതിൽ വന്ന് പെട്ടെന്ന്? ഈശ്വര, എന്റെ ചേച്ചി, ഇതിലൊന്നും വന്നു പെടാൻ അധികം നേരമൊന്നും വേണ്ട. വീട്ടിൽ കൊണ്ടുവച്ചിട്ട് വീട്ടുകാരെ അറിഞ്ഞില്ലെന്നൊക്കെ പറയുമ്പോ വീട്ടുകാരൊക്കെ അറിഞ്ഞോണ്ട് തന്നെയാണ്. അറിയാൻ പാടില്ലെന്നൊക്കെ പറയുന്നത് വെറുതെ കിട്ടണ്ടാവേ. ചേച്ചി കരച്ചിലൊന്ന് നിർത്ത്. സ്റ്റേഷനിലേക്ക് ബെന്നിച്ചേട്ടൻ പോയേണ്ട്. അവരവനെയും കൊണ്ട് വരുള്ളൂ. കരയില്ല ചേച്ചി. ചേച്ചി, ഇതാ അവര് വരണുണ്ട്. ചേച്ചി, എന്റെ ചേച്ചി, നിങ്ങൾ എന്താ കാണിക്കുന്നേ? അവന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്, അല്ലാതെ അവൻ അടിച്ചിട്ട് എന്ത് കിട്ടാനാ? SSLCക്ക് 100% മാർക്ക് വാങ്ങിച്ച ചെക്കന കഞ്ചാവും വലിച്ച്. ഇനിയിപ്പോ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇനി ഇവനോട് ഇതൊന്നും ചോദിക്കാൻ വേണ്ടി നിൽക്കണ്ട. നാളെ നമുക്ക് സംസാരിക്കാം. ഞാൻ ഇറങ്ങട്ടെ, എനിക്ക് പാർട്ടി ഓഫീസർ ഒന്ന് പോണം. ശരി.
അമ്പു അതെന്താടി എന്നെ പോലും ഹലോ, പോസ്റ്റ്മോർട്ടത്തിന് കയറ്റിയേക്കാണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ബെന്നിച്ചേട്ടൻ നോക്കിക്കോളൂ. ഞാനങ്ങോട്ട് വിളിക്കാൻ കഴിയുമ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോണേ. ശരി. ആശാനെ, ആശാനെ, തൊഴിലുറപ്പിന്ന് കിട്ടിയ കാശുണ്ട് എൻ്റെ മോനോളൊരു ഷർട്ട് മേടിച്ചു വെച്ചിട്ടുണ്ട്. പന്തല് കിടത്തുമ്പോ എൻ്റെ മോന് ആ ഷർട്ട് ഇട്ട് കൊടുക്കാൻ സാധിച്ചേ. എൻ്റെ മോനെ വിഷമിക്കില്ല.